എൻ്റെ ഒരു സുഹൃത്ത് ഈ അടുത്താലത്തിനോട് ചോദിച്ചു, എന്തിനാണ് ഒരു നദിയുടെ തീരത്ത് പോയിട്ട് കുറേ കർപ്പൂര ദീപങ്ങളിങ്ങനെ മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ കാണിച്ചു തുടങ്ങി? ഇതുകൊണ്ട് എന്താ പ്രയോജനം? ഈ അടുത്താലത്ത് കുംഭമേളയിലായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം അത് കണ്ടത്. നോർത്ത് ഇന്ത്യയിലെ പല ക്ഷേത്രങ്ങളിലും ഇതൊരു ആചാരമാണ്. ഗംഗയെ പൂജിക്കുന്നു, ഗംഗാമയ്യ എന്നാണ് അവർ പറയുന്നത്. ഗംഗയെ മാതാവ് വഴിയാണ്. ഇത് തികച്ചൊരു അന്ധവിശ്വാസ കാര്യമല്ലേ? കേരളത്തിലെങ്കിലും ഈ അന്ധവിശ്വാസങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരായിരുന്നുകൂടെ? എന്തിനാണ് ഒരു കുളത്തിൻ്റെ സൈഡിൽ, അല്ലെങ്കിൽ ഒരു നദിയുടെ സൈഡിൽ, അല്ലെങ്കിൽ ഒരു കടൽക്കരയിൽ കുറച്ച് കർപ്പൂരം കത്തിച്ചിങ്ങനെ കാണിക്കുന്നത്? ഇതിലെന്തർത്ഥം? അവരുടെ ദൈവവും പ്രത്യക്ഷപ്പെടും. ഈ കുംഭമേളയിൽ നീള നദിയുടെ തീരത്ത് കർപ്പൂരം കത്തിക്കുകയും വിളക്ക് കാണിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ പ്രകൃതിയോട് കാണിക്കുന്ന ആ റെസ്പെക്ട്, ഹിന്ദുമത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഗ്രാറ്റിറ്റ്യൂഡാണ്, ധർമ്മമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ പ്രസവമെടുത്ത വയറ്റാട്ടി തൊട്ട് നമ്മളുടെ ശരീരം ചിതയിലെടുത്ത് വയ്ക്കുന്ന ആ ശ്മശാനത്തിൻ്റെ സൂക്ഷിപ്പുകാരനെ വരെ, ആ വയറ്റാട്ടി തൊട്ട് ശ്മശാന സൂക്ഷിപ്പുകാരൻ വരെ നമുക്ക് അങ്ങേയറ്റം ആദരണീയരാണ്. നമ്മുടെ ജീവിതത്തിൽ നേരിട്ടും അല്ലാതെയും പല ആളുകളുടെയും സഹായവും പല ആളുകളുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ വായിച്ച പുസ്തകങ്ങൾ എഴുതിയ ആളുകൾ നമ്മുടെ ഗുരുക്കന്മാരാണ്. നമ്മളെ പഠിപ്പിച്ച അധ്യാപകർ നമ്മുടെ ഗുരുക്കന്മാരാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ, നമ്മൾ കണ്ട നല്ല വീഡിയോസ്, നമ്മൾ കണ്ട നല്ല സിനിമകൾ, ഇതൊക്കെ നമ്മളെ കുറച്ചുകൂടെ സബ്ലിമേറ്റ് ചെയ്യും, പ്യൂരിഫൈ ചെയ്യും, അല്ലെങ്കിൽ ജീവിക്കാൻ ശക്തമാക്കും. അപ്പോൾ അവരോട് നന്ദി പ്രകാശിപ്പിക്കണം. ഈ ഒരു ക്വാളിറ്റി ലോകത്ത് നഷ്ടപ്പെട്ടുകൊണ്ട് വരുന്ന ക്വാളിറ്റിയാണ്. തന്നെ എത്രയധികം വളർത്തിയെടുത്ത് സമ്പന്നരാക്കിയ, വിദ്യാസമ്പന്നരാക്കിയ, സ്വന്തം കാലിൽ നിൽക്കാൻ നമ്മളെ പഠിപ്പിച്ച ആ അമ്മയും അച്ഛനെയും പോലും ചൂഷണം ചെയ്യുന്ന മക്കളോടൊരു ലോകമായി പോയി. ഇവിടെ ഒരു സുഹൃത്ത് പറയുന്നു, അദ്ദേഹത്തിൻ്റെ പെൻഷൻ, അതിലാണ് അദ്ദേഹം ജീവിക്കുന്നത്, ആ പെൻഷൻ പോലും അടിച്ചു മാറ്റാൻ മക്കളെല്ലാം കൂടെ ശ്രമിക്കുന്നു. അപ്പോൾ എത്ര ഒരു എന്താണ് ഇൻഗ്രാറ്റിറ്റ്യൂഡ് എന്നൊരു സാധനം സമൂഹത്തിലൊന്നും ആലോചിക്കും. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. വയസ്സായ അച്ഛനും അമ്മയും ഞങ്ങൾ നോക്കുമെന്ന് പറഞ്ഞ് മക്കൾ കലഹിച്ചിരുന്ന കാലം. ഇന്നോ നിങ്ങൾ നോക്ക്, ഞാൻ ഇത് നോക്കണം എന്ന് പറയുന്ന ആ കാലം അല്ലേ? വളരെ ചെറുപ്പത്തിൽ നമ്മൾ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ മടി കയറിയിരിക്കും. അപ്പോൾ അനിയത്തിയോ ചേച്ചിയോ അല്ലെങ്കിൽ ചേട്ടനോ ആരെങ്കിലും വന്ന്, നീ ഇപ്പോൾ എൻ്റെ അമ്മയാണ്, ഞാനാണ് മടിയിരിക്കുന്നത് പോലെ. പണ്ടങ്ങനെയാണ്, എല്ലാ കുട്ടികളും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴോ അച്ഛനും അമ്മയ്ക്ക് വയസ്സായപ്പോഴോ ഈ ഡയലോഗ് മാറി. എന്താണ്, എൻ്റെ മാത്രം അമ്മയല്ലല്ലോ, നിൻ്റെയും കൂടെ അമ്മയല്ലേ, നീ നോക്ക് എന്ന് പറയുന്ന അത്തരത്തിലുള്ള ടോട്ടൽ ഇൻഗ്രാറ്റിറ്റ്യൂഡ്, ഒരു മനുഷ്യനാണെന്ന് പോലും പറയാൻ ഗുണമില്ലാത്ത തരത്തിലുള്ള ഇൻഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയില്ലായ്മ, അതിന് സമൂഹത്തിൽ വളരെ കൂടുതലാണ്. എന്താണ് കാരണം? ഇത്തരത്തിലുള്ള നശിച്ച സമൂഹം അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു പല പല ടെക്നിക്കുകളുണ്ട്. ആ ടെക്നിക്കുകളൊക്കെ നമ്മൾ വിട്ടു. പ്രകൃതിയെ പൂജിക്കണം, മാതാ പിതാ ഗുരു ദൈവം എന്ന 4 വേദങ്ങളെ ഹൃദയത്തോട് ചേർത്ത് നടക്കണം. പ്രസവിച്ച അമ്മ അനുഭവിച്ച വേദനയെക്കുറിച്ച് മനസ്സിലാക്കണം. ആ വളർത്തുമ്പോൾ അമ്മയ്ക്ക് എന്തൊക്കെ വിഷമുണ്ടായിരുന്നു എന്നറിയണം. ആജീവനാന്തം നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട അച്ഛനും അമ്മയും തീർച്ചയായിട്ടും അങ്ങേയറ്റം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും വേണം. വയസ്സുകാലത്ത് നമ്മളാണ് അവർക്ക് തുണിയായിട്ട് നിൽക്കേണ്ടത്. ഇതൊക്കെ കുട്ടികളുടെ മനസ്സിനകത്ത് ഇന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം നമ്മൾ തന്നെയാണ്. നമ്മളുടെ ഗ്രാറ്റിറ്റ്യൂഡ് എന്താണെന്ന് പഠിപ്പിച്ചില്ല. ഗംഗാ നദി, ആ നദി ഒഴുകുമ്പോൾ ആ ഒഴുകുന്ന നദിയുടെ മുന്നിൽ കർപ്പൂരം കത്തിച്ച് കാണിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഗംഗാനദിയാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഊർജ്ജ സ്രോതസ്. ലോകത്തെല്ലായിടത്തും ഒരു നദിയുടെ തീരത്താണ് ഒരു നഗരമുണ്ട്. സിന്ധു നദിയുടെ തീരത്താണ് സിന്ധു നദി തടസംസ്കാരം ഉണ്ടായത്. അതുപോലെ മഹാഭാരതത്തിൻ്റെയും രാമായണത്തിൻ്റെ ഒക്കെ അടിസ്ഥാനമായി ഒഴുകുന്നൊരു പുഴയാണ് ഗംഗാജലം. അതിൽ നിന്നാണ് ഈ യമുന വന്നത് അല്ലേ? എവിടെയും ഇപ്പോൾ ഭാരതപ്പുഴ എന്തുമാത്രം നമ്മുടെ കേരളീയ സംസ്കാരത്തിൻ്റെ ഒരു നേർക്കാഴ്ചയാണത്. അപ്പോൾ ഈ ഒഴുകുന്ന നദിയുടെ മുമ്പിൽ നമ്മൾ വെളിച്ചം കാണിക്കുന്നു. എന്താണ് കാണിക്കുന്നത്? നമ്മുടെ ഭാരതത്തിലെ അതിഥിയെ സ്വീകരിക്കുന്ന ഒരു രീതിയാണ് നിലവിളക്കെടുത്ത് സ്വീകരിക്കും. അതാണ് ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച ഒരു കുടുംബത്തിലേക്ക് വന്ന് കയറുമ്പോൾ നിലവിളക്ക് കൈ കൊടുക്കുന്നത്. വെളിച്ചമാണ്, പ്രകാശമാണ് സത്യം, പ്രകാശമാണ് അനുഗ്രഹം. സൂര്യൻ്റെ പ്രകാശം നിന്നുപോയാൽ ആദ്യത്തെ ഒരു 8 മിനിറ്റ് നമ്മൾ അറിയില്ലത്, കാരണം പ്രകാശം സഞ്ചരിച്ച് എത്താൻ ഇത്രയും സമയമെടുക്കും. പക്ഷേ 8 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭൂമി മുഴുവൻ നശിക്കും. ഒരു മുദ്രാവാക്യം വിളിക്കാരനും ഒരു ഭജനക്കാരനും ഒരു ധ്യാനിക്കുന്നവനും ഭൂമി കാണില്ല. എല്ലാ മതഗ്രന്ഥങ്ങളും നശിച്ചു, എല്ലാ ക്ഷേത്രങ്ങളും പള്ളികളും നശിച്ചു. അങ്ങനെ സംഭവിച്ച ഒരു 5-6 ദിവസം കൊണ്ട് ഒരു മഞ്ഞുമലയായിട്ട് ഒരുപക്ഷെ ഭൂമി മാറും. മഞ്ഞുമലകളായിട്ട് മരുഭൂമികളായിട്ട് കിടക്കുന്ന പല ഗ്രഹങ്ങളും ഒരു പക്ഷേ ഇതുപോലെ കത്തി നശിച്ചതോ അല്ലെങ്കിൽ മഞ്ഞിൽ മുടിപ്പോയതായിരിക്കും. അപ്പോൾ ആ സൂര്യൻ നമ്മൾ ബഹുമാനിക്കുന്നു. ആ സൂര്യനിൽ നിന്ന് പൊട്ടിത്തെറിച്ചാണ് ഭൂമി.
ആ ഭൂമിയിലുണ്ടായിരുന്ന ആറ്റങ്ങളാണ് നമ്മുടെ ശരീരത്തിലുള്ള ആറ്റങ്ങൾ. നമ്മുടെ ശരീരത്തിലെ എല്ലാ കണിയും ഭൂമിയിൽ ഉണ്ടായിരുന്നതാണ്. ഈ ഭൂമിയിലുള്ള കണികളെല്ലാം സൂര്യനിൽ നിന്നാണ് വന്നത്. അതുകൊണ്ട് ആ സൂര്യനെ നമ്മൾ ബഹുമാനിക്കും. ഇതൊരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ പ്രശ്നമാണ്. ആ വെളിച്ചവും ചൂടും തരുന്ന സൂര്യൻ. അങ്ങനെ ഒരാൾ ബഹുമാനിച്ചാൽ എന്താ കുഴപ്പം? സ്നേഹിച്ചാൽ എന്താ കുഴപ്പം? ആ സൂര്യനെ അവരെ സൃഷ്ടിച്ചു തന്ന ഈശ്വരനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല, പക്ഷെ മനസ്സുകൊണ്ട് ആരാധിച്ചാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അതൊരു ക്വാളിറ്റിയാണ്, സംസ്കാരമുള്ള ഒരാളുടെ ലക്ഷണമാണ്. അംഗീകരിക്കുക നമ്മൾ സഹായിച്ചവരെ, മഹത്വത്തെ, ഇതൊക്കെ അംഗീകരിക്കണം. അംഗീകരിക്കാൻ പറ്റൂലെങ്കിൽ അതിനെ നിഷേധിച്ചുകൊണ്ടാക്കാം. ഒരു നദി എന്ന് പറയുന്നത്, ഒരു ജലാശയം എന്ന് പറയുന്നത് ജീവന്റെ അടിസ്ഥാനമാണ്. ജീവനുണ്ടായത് തന്നെ മത്സ്യാവതാരമായിട്ടാണല്ലേ. അപ്പോൾ ജലം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ജലമാണ്. അതിനെ ബഹുമാനിച്ചാൽ എന്താ? അതൊക്കെ അല്ലേ കാരണം നമ്മളിങ്ങനെ ഇരിക്കാൻ. അപ്പം അതിനോട് നമ്മൾ ബഹുമാനം കാണിക്കുന്നു. വൻ വൃക്ഷങ്ങളോട് ബഹുമാനം കാണിക്കുന്നു. എവിടെ കാൽമരമുണ്ട് അവിടെയൊക്കെ ചൂട്ടിലൊരു ഗണപതിയുടെ പ്രതിമ വയ്ക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രതിമ വയ്ക്കുന്നു. നമുക്ക് പ്രതിമ വയ്ക്കാനേ പറ്റൂല, ദൈവത്തിന് എത്താൻ പറ്റും. ഈ ആൽമരങ്ങളുടെ താഴെ ഇരുന്നാണ് ഒരുപാട് യോഗ്യമായിട്ട് തപസ്സിലുള്ളത്. ആൽമരത്തിൽ നിന്ന് വരുന്ന ശുദ്ധവായു വളരെ നല്ലതാണെന്ന് പറയും അല്ലേ. അപ്പോൾ എന്തുകൊണ്ട് ജീവനെ സംരക്ഷിച്ച് നിർത്തുന്ന ആ കാര്യങ്ങളെ നമുക്ക് ബഹുമാനിച്ചിടാം? നമ്മുടെ ജീവനെ രക്ഷിച്ച ഡോക്ടർക്ക് കൈവിടുമ്പോൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുന്നില്ലേ? നമ്മൾ സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടി നിൽക്കുന്നു, മനസ്സിലാക്കി ഒരു സുഹൃത്ത് വന്ന് അവൻ നമ്മളെ സാമ്പത്തികമായിട്ട് സഹായിച്ചാൽ അവൻ്റെ കൈ പിടിച്ചാൽ നമ്മൾ പറയില്ലേ, എനിക്ക് അങ്ങേറ്റം നന്ദിയുള്ളത്. അതുപോലെ എന്തുകൊണ്ട് സൂര്യനോട് നന്ദി പറഞ്ഞുകൂടാ? എന്തുകൊണ്ട് ഭൂമിയോട് നന്ദി പറഞ്ഞുകൂടാ? ഭൂമി ദേവിയില്ലേ? എന്തുകൊണ്ട് പ്രകൃതിയോട് നന്ദി പറഞ്ഞുകൂടാ? എന്തുകൊണ്ട് ഒഴുകുന്ന പുഴയോട് പറഞ്ഞുകൂടാ? അവിടെ അതിഥിയെ സ്വീകരിക്കുന്നത് വിളക്ക് കാണിച്ചാണ്. അതാണ് നമ്മൾ വിളക്ക് കാണിക്കുന്നത്. ഞാൻ കർപ്പൂരമാണ് കത്തിത്തീർന്നാൽ പിന്നെ ഒന്നും അവശേഷിക്കാത്ത വസ്തു. എൻ്റെ ഞാനെന്ന ഭാവമാണ് അവിടെ കത്തിക്കുന്നത്. ആ ഞാനെന്ന ഭാവം പൂർണ്ണമായി കത്തിത്തീരണം. ഈ ഭൗതിക ജീവിതത്തെ എന്നും ഞാൻ നിലനിൽക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു ദിവസം ഞാൻ ഇതൊക്കെ കളഞ്ഞിട്ട് പോകും അല്ലെ. ചന്ദ്രനടുമ്പോൾ പറയുമ്പോൾ ഇതം നമമ, അങ്ങനെയാണ് ചന്ദ്രനോടുണ്ട്. ഇത് എൻ്റെതല്ല. ഈ ഒരു സത്യം, ഇതൊന്നും ഞാൻ എൻ്റേതെന്ന് ഭൂമിക്ക് ഒന്നും എൻ്റെതല്ല. ഒരു ദിവസം ഞാൻ ഇതൊക്കെ കളഞ്ഞിട്ട് പോകും. അപ്പൊ ആ ഒരു ജീവൻ നിലനിൽക്കുന്നത് സസ്യങ്ങളുള്ളതുകൊണ്ടാണ്. ഇവിടെ ഒരുപാട് ജീവജാലങ്ങൾ ഉള്ളതുകൊണ്ടാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്, തേനീച്ചകളും എങ്ങനെയെങ്കിലും ഭൂമിയിൽ അപ്രത്യക്ഷമായി വയ്ക്കുക, പിന്നെ ഭൂമിയിൽ ജീവനെ കാണില്ല. അത്രയധികം പോളിനേഷന് സഹായിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ കാണുന്ന ഈച്ചകളും വണ്ടുകളും എല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളെ സഹായിക്കുന്നു. നമുക്കൊരു പക്ഷെ തിരിച്ചറിയാൻ പറ്റില്ലായിരിക്കും അവരുടെ സഹായം. അപ്പോൾ ഈ പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും, ആ പ്രകൃതിയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാത്തതുകൊണ്ടാണല്ലോ ഇന്ന് കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിട്ട് പ്രകൃതിയെ തിരിച്ചു പിടിക്കാൻ ലോകത്ത് മുഴുവൻ ശ്രമിക്കേണ്ടി വന്നിരിക്കുന്നത് അല്ലേ. പ്രകൃതിയോട് മനുഷ്യൻ ചെയ്ത ദ്രോഹം എന്തെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. പക്ഷെ മഹാമുനിമാർ പണ്ടേ തിരിച്ചറിഞ്ഞു. ഒരു വലിയ മരത്തെ വെട്ടാൻ വേണ്ടി കൊട്ടാരത്തിൽ നിന്ന് രാജാവിൻ്റെ ആളുകൾ വന്നാൽ ആ മരത്തിന് ചുറ്റും കൈകോർത്ത് നിന്ന് പിടിച്ച് ഞങ്ങളെ കൊന്നിട്ടില്ലാതെ ഈ മരത്തെ വെട്ടാൻ പറ്റില്ല എന്ന് പറയുന്ന ഋഷിമാരോടെ. അപ്പോൾ കുംഭമേളയിൽ നദി ഒഴുകുമ്പോൾ കർപ്പൂരം കത്തിച്ചതും വിളക്ക് കത്തിച്ചതും ഒക്കെ സിംബോളിക്കാണ്. നമ്മുടെ സംസ്കാരം അതാണ്. നമ്മൾ അച്ഛനെ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. അമ്മയെ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. ദൈവത്തെ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. ഗുരുക്കന്മാരെ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. പ്രകൃതിയെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്നു. ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് നന്ദിപൂർവ്വം സ്മരിക്കാവുന്ന ഇത്തരം ശക്തികൾക്ക് മുമ്പിൽ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മുടെ നന്ദി, നമ്മുടെ സ്നേഹം അത് തിരിച്ചുകൊടുത്താൽ എന്താ? അങ്ങനെ കാണിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു സംസ്കാരമുണ്ട്. അച്ഛനെയും അമ്മയും ഗുരുവിനെയും ദൈവത്തെയും ഒരേപോലെ കരുതിക്കൊണ്ട് ജീവിച്ച സംസ്കാരത്തിന് അതിൻ്റെതൊരു ഭാവങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അത് പോയപ്പോൾ അത് സംഭവിച്ചു. അച്ഛന് ബഹുമാനമില്ല, അമ്മയോട് സ്നേഹമില്ല, ഗുരുക്കന്മാരെ പരിഹാസമാണ്. പിന്നെ പ്രകൃതിയെ എങ്ങനെയെല്ലാം തരത്തിൽ ദ്രോഹിക്കും, അങ്ങനെയൊക്കെ ദ്രോഹിക്കും. പണത്തെ മാത്രമാണ് വലുത്. എന്തെങ്കിലും പ്രസിദ്ധി കിട്ടണമെങ്കിൽ അതിനുവേണ്ടി എന്ത് കള്ളവും പറയും, എന്ത് ചതിയും ചെയ്യും. അത്തരത്തിൽ മയക്കുമരുന്നിന്റെ ഒക്കെ പുറകെ നമ്മൾ പോകുന്നു. അത്തരത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ നശിച്ചുപോയില്ലേ? ശരിക്കും നശിച്ചുപോയി. അപ്പോൾ അങ്ങനെ നശിക്കാതിരിക്കാനാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്നൊരു സാധനം, നന്ദിപൂർവ്വം സ്മരിക്കുക എന്നൊരു സാധനം നമ്മുടെ ഓരോ റിച്വലിലും, പല പല റിച്വലായിട്ട്, ആരുടെയെങ്കിലും കാലത്തൊട്ട് തൊഴുന്നോട്ട് എല്ലാം, ഒരു പെൺകുട്ടി വീട്ടിൽ വന്ന് കയറുമ്പോഴുള്ള ചടങ്ങ് തൊട്ട് കല്യാണം തൊട്ട് എല്ലാത്തിലും, കല്യാണത്തിന് പോകുമ്പോൾ എല്ലാ ഗുരുക്കന്മാരുടെയും എല്ലാ അമ്മമാരുടെയൊക്കെ പാദങ്ങളെ തൊട്ട് തൊഴുകയും അമ്മാവിമാർക്കെല്ലാം ദക്ഷിണ കൊടുക്കുകയും ചെയ്യുന്നത് ഭാരതത്തിലല്ലാതെ എവിടെയാണ്? ഇന്നത് പോയിട്ട് ആ കല്യാണത്തിന്റെ ബഹുമാനം മുഴുവൻ പോയിട്ട് കിടന്ന് ഡാൻസ് കളിക്കാൻ ചെയ്യുന്നല്ലേ. കല്യാണത്തിന് ഒരു ഗൗരവമില്ല, അത് ഒരു കുട്ടിക്കളിയായിട്ട് മാറി. അതിന്റെ ഫലം എന്താണ്? കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് ചിലപ്പം ഡൈവേഴ്സായിട്ട് പോകും. എത്ര ഡൈവേഴ്സുകളാണ് നടക്കുന്നത്? അതൊരു വലിയ ഭംഗിയായിട്ട് പറയും. നമ്മുടെ സംസ്കാരം നമുക്ക് തന്ന ഏറ്റവും വലിയ ദിവ്യ ഔഷധമാണ് സ്നേഹം, ബഹുമാനം, നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറഞ്ഞു. അത് കളഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഋഷിമാർ നമുക്ക് തന്ന അത്ഭുതകരമായ റിച്വൽസാണ് നമ്മൾ ഈ ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ ഉത്സവങ്ങളിലും ഒക്കെ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് ഗുണമേ ഉള്ളൂ, അതുകൊണ്ട് ഒരു ദോഷവും ഇല്ല.